15 രൂപ മറ്റേ പെണ്ണുമ്പിള്ള ഒന്ന് കൊടുത്താൽ എനിക്കതിൻ്റെ പേര് ഓർമ്മയില്ല. അപ്പോൾ ആ പൈസയിൽ നിന്ന് ഞാൻ ഒരു 12,000 ഒരു 1000 13 രൂപ ഞാൻ ചോദിച്ചു കടമായിട്ട് അല്ലാതെ എടാ ഇതിൻ്റെ ഇരട്ടിയായിട്ട് ഞാൻ 3 ഇരട്ടിയായിട്ട് ഞാൻ തിരിച്ചു കൊടുക്കൂല. ഞാനൊരു മിനിസ്റ്റർ പി ആയി കഴിഞ്ഞാൽ പിന്നെ എൻ്റെ പൈസയല്ലേ. അല്ല ഇത് നമുക്ക് ഉണ്ടാവുന്ന ഗുണം എന്താന്ന് പറഞ്ഞിരുന്ന ഒരു പക്ഷേ പച്ചമി തങ്കഞ്ഞേട്ടത്തി എല്ലാം പറഞ്ഞു കൊടുത്തടാ. പോത്തിനോട് വേദം ഓതിയിട്ട് കാര്യമില്ല. പോത്ത് തന്നെ എന്ന് പറഞ്ഞാൽ മനസ്സിലാവണ്ടേ. എൻ്റെ കയ്യിലുണ്ടായിരുന്ന ഞാൻ തന്നേനെ, പക്ഷെ കയ്യിൽ അതെ അറ്റ കൈക്ക് റൊണാൾഡോ നീ എന്നെ ഒന്ന് സഹായിക്കേണ്ടി വരും. പച്ചമി എൻ്റെ കയ്യിലൊന്നുമില്ല. എൻ്റെ കയ്യിൽ വേണ്ട, പിന്നെ നീ വിചാരിച്ചാ എനിക്ക് പൈസ ഒപ്പിച്ചു തരാൻ പറ്റും. ഞാൻ എങ്ങനെ വിചാരിച്ചിട്ട്? ക്ലീറ്റോ അകത്ത് ആരോ കയറിയിട്ടുണ്ട്. ക്ലീറ്റോ ക്ലീറ്റോ ഒന്ന് വന്നേ. ക്ലീറ്റോ 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 കനക 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 ആ ക്ലീറ്റോ എടാ ഒന്ന് വന്നേ. എന്താ എന്താ ചേച്ചി? പൈസ കിട്ടിയാ? വേഷ കിട്ടിയാലേ ഒന്നും നടന്നില്ല. നിങ്ങളുടെ പെണ്ണുപിള്ളക്ക് ഉറക്കൊന്നുമില്ല രാത്രി. ഓടിച്ചെല്ലല്ല സംശയത്തോട് എന്തോ ഒരു ഒച്ച കേട്ട് ഞാൻ ക്ലീറ്റോനെ വിളിച്ചിട്ട് എഴുന്നേറ്റില്ല. ഞാൻ ഇറങ്ങി വരുമ്പോ ഈ വാതിൽ തുറന്നു എന്തോ ഓർന്ന പോലെ ഒരു ഒച്ച കേട്ട് ഞാൻ. ഈ കള്ളനാ. എങ്ങോട്ട് പോയി എനിക്ക് അറിഞ്ഞൂടെ. വാതിൽ തുറന്നെടുക്കുന്ന ഓടണ്ടായിരിക്കും. ഒച്ച കേട്ട് 2 ആണുങ്ങൾ ഇവിടെ ഉള്ളപ്പോ കള്ളൻ കയറാൻ നിങ്ങളെയൊക്കെ എന്തോരം വിളിച്ച് ഞാൻ ക്ഷീണം കൊണ്ട് ഉറങ്ങിപ്പോയി. തട്ടി വിളിച്ചിട്ട് എഴുന്നേറ്റില്ല. ചേച്ചി ആ 15,000 രൂപ ഇവിടെ ഇരിക്കുന്ന അറിഞ്ഞിട്ട് കയറിയതാണോ? ക്ലീറ്റോ ചേട്ടന് കരുനാക്കാണ്. എത്ര പ്രാവശ്യം പറഞ്ഞ് കള്ളം കയറുന്നു. ഉണ്ടാന്ന് പോയി നോക്കിക്കാ പൈസ. അത് പോയിട്ടില്ല. പോയി നോക്കാതെ എങ്ങനെ അറിയും? അത് പോകൂലെന്ന്. എടാ അത് ഞങ്ങൾ രണ്ടുപേരും കിടക്കയുടെ അടിയിലല്ലേ വെച്ചേക്കുന്നത്. അതെങ്ങനെ പോവാനാ? എന്റെ പൊന്നു ആ ഒരു ബുദ്ധി കാണിച്ചല്ലോ. ഭാഗ്യം. എന്നാലും ദൈവമേ കലക്കി ഇല്ലായിരുന്നേ പോയേനെ. അല്ല പൈസ ആരടാ കയറിയത്? അകത്ത് കേറിയവന്റെ കാല് 2 ഒടിഞ്ഞ് തൂങ്ങി ഇതിൽ കൂടി നിരങ്ങി നടക്കണം. നമ്മളെ ഒന്നും പോയില്ലല്ലോ തങ്കം, പിന്നെ എന്തിനിങ്ങനെ പ്രാവണത്?